ചില പടങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു പടം കണ്ടതായിട്ടേ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് ഞാൻ ഇന്ന് കണ്ടത്. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. നടികർ ബൈ ലാൽ ജൂനിയർ, ടൊവിനോ തോമസ്, ഭാവന, ബാലു വർഗീസിൻ്റെ അഭിനയിക്കുന്നു. ഇതിലെ പ്രമേയം ഒട്ടും പുതുമയുള്ളതല്ല. അഹങ്കാരിയായ സൂപ്പർ സ്റ്റാർ, അഭിനയിക്കാൻ അറിയാത്ത സൂപ്പർ സ്റ്റാർ, ഇതൊന്നും ഫ്രഷായ പ്രമേയങ്ങളെയല്ല. ഇത് മാത്രമല്ല, വളരെ ബലഹീനമായ സ്ക്രിപ്റ്റും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കണക്ക് നമുക്ക് തോന്നുന്നു കാണുമ്പോൾ. പ്രത്യേകിച്ച് ബന്ധങ്ങളില്ലാത്ത കുറേ സീക്വൻസസ്, കുറേ സീൻസ് ഒരുമിച്ച് ചേർത്ത് കണക്കുള്ളൊരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. അത് മാത്രമല്ല, ടൊവിനോയുടെ ആണെങ്കിലും അനൂപ് വർഗീസിൻ്റെ ആണെങ്കിലും അനൂപ് മേനോൻ്റെ ആണെങ്കിലും ഒക്കെ വളരെ വീക്കായിട്ടുള്ള ആക്ടിംഗ് ആയിട്ട് തോന്നി. ഇതിലെ സൗബിൻ്റെ ക്യാരക്ടർ വളരെ ഫ്ലോഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടും തോന്നി. അതായത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത, ഓരോ സമയത്തും ഓരോ രീതിയിൽ പെരുമാറുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ഇതിന് സൗണ്ട് റെക്കോർഡിങ്ങിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നി. സിങ്ക് സൗണ്ട് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അതുപോലെ തോന്നി. പക്ഷെ ഭയങ്കര വീക്ക് സൗണ്ടായിട്ട് തോന്നി. ഇനി ഞാൻ കണ്ട തിയേറ്ററിന് കുഴപ്പമാണോ എനിക്കറിയത്തില്ല, ഇനി എൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഭയങ്കര ഡയലോഗ്സ് കേൾക്കുമ്പോൾ വളരെ വീക്കാണ്. അതിൻ്റെ പുറത്തൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ലൗഡും. ഡയലോഗ്സ് പലപ്പോഴും നല്ല കേൾക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് സൗബിൻ പറയുന്നത് മിക്ക സമയത്തും ഒന്നും മനസ്സിലാവുന്നില്ല. അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു അഹങ്കാരിയ സൂപ്പർ സ്റ്റാർ എങ്ങനെ ഇമ്പ്രൂവ് നോക്കുന്നു, സ്വഭാവവും അഭിനയവും കരിയറും ഒക്കെ ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യാൻ നോക്കുന്നു. അതിലാരൊക്കെ പുള്ളി സഹായിക്കുന്നു, പലരും പുള്ളിയിൽ അകന്നു പോകുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, പല സ്ഥലത്ത് കണ്ടിട്ടുള്ള, പല സിനിമകളിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സാണ്, തീംസാണ്. ലാൽ ജൂനിയറിൻ്റെ ഹണീബി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പക്ഷേ ഇത് ഒരു അറുബോറം പടമാണെന്ന് തന്നെ പറയേണ്ടി വരും. വളരെ കളർഫുള്ളായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു സൂപ്പർ താരത്തിൻ്റെ ജീവിതം, പക്ഷേ അതൊന്നും എവിടെയും എത്തുന്നില്ല. ഐ എം ഗോയിങ് വിത്ത് 2 stars out of 5 for this flop of a movie. Thanks for watching.